അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ആരംഭിച്ചിരിക്കുകയാണ്. റമളാൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഒരു വാർഷികമാണ്. എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസങ്ങളിലുമൊക്കെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഈ ഒരു പരിശുദ്ധ റമളാൻ മാസം കുറച്ചുകൂടി ഗൗരവത്തിൽ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക എന്നത് നമ്മുടെ എല്ലാം ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൂറത്ത് ഈ ഒരു മാസത്തിൽ പഠിക്കാൻ ശ്രമിക്കാം. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറ അൽ മുംതഹിന, മുംതഹന എന്നും ഇതിനെ പറയാവുന്നതാണ്. മദീനയിൽ വെച്ചിട്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. 13 ആയത്തുകളാണുള്ളത്. 2 റുക്കൂകളാണ് ഇതിലുള്ളത്. ഒരു റുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്താവുന്ന ഒരു ഭാഗമാണ്. 1 മുതൽ 6 വരെ ഒരു റുക്കുവും 7 മുതൽ 13 വരെ മറ്റൊരു റുക്കുവുമാണ്. അതിന് ഐൻ എന്ന പദം കൊണ്ട് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന 3 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. ഒന്ന് മാഇദ, മറ്റൊന്ന് ഹുജറാത്ത്, മറ്റൊന്ന് അൽ മുംതഹിന. യാ യുഹ എന്ന് തുടങ്ങുന്ന 10 സൂറകളും ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സൂറത്തിൻ്റെ ആമുഖം മാത്രമാണ് ഇന്ന് പറഞ്ഞിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കാലത്ത് ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്ക വിജയത്തിന് മുമ്പ് ഈ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ആ സമയത്ത് മുസ്ലിങ്ങളും അവരുടെ ബന്ധുക്കളുമൊക്കെ ഒരു സമാധാനം കൈവരിച്ച നാളുകളായിരുന്നു. ഹിജ്റ പോയ സമയത്തൊക്കെ ശത്രുക്കളായിരുന്നു. പിന്നീട് ബദറും ഉഹുദും ഒക്കെ നടന്നു, യുദ്ധങ്ങളായിരുന്നു. പക്ഷേ ഹുദൈബിയ സന്ധിക്ക് ശേഷം കുറച്ച് സമാധാനം കൈവന്ന സമയമായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയ സന്ദർഭമായിരുന്നു. പക്ഷേ ഇവിടെ മക്കയ്ക്കെതിരെയുള്ള ഈ ഒരു തയ്യാറെടുപ്പ് തങ്ങൾക്കോ തങ്ങളുടെ ബന്ധുക്കൾക്കോ ഒക്കെ മോശമായി വരുമോ എന്ന് ചില ആളുകളെങ്കിലും കരുതിയിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലം 1-ാമത്തെ ആയത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഹാത്തിം ഇബ്നു അബി ബൽതഅ എന്ന് പറയുന്ന ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നീക്കത്തെ പറ്റി ഒരു കത്തുമായി ഒരു സ്ത്രീയെ അയക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തതൊന്നുമല്ല, മക്കയിലെ തൻ്റെ ബന്ധുക്കളെ സേഫാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ ഈ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടത്തെ ആ സ്ത്രീയെ ഇന്ന സ്ഥലത്ത് പോയാൽ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു. അങ്ങനെ അവിടെ ആ സ്ത്രീയെ കണ്ടുമുട്ടി. ആ സ്ത്രീയുടെ ഭാണ്ഡമൊക്കെ പരിശോധിക്കുന്നു, പക്ഷെ കണ്ടെത്തുന്നില്ല. അങ്ങനെ അവസാനം ചെറിയൊരു ഭീഷണിയൊക്കെ മുഴക്കുന്ന സന്ദർഭത്തിലാണ് ആ സ്ത്രീ തൻ്റെ മുടിക്കെട്ടിൽ നിന്നും ആ കത്ത് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ആ കത്തുമായിട്ട് പ്രവാചകൻ്റെ അടുത്ത് വന്നു. പ്രവാചകൻ അത് വായിക്കുന്നു. ഹാത്തിം ഇബ്നു അബി ബൽതഅയെ പ്രവാചകൻ വിളിക്കുന്നു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു വലിയ ദേഷ്യം വന്നു. ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ വധിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ സ്വഹാബി ബദരീങ്ങളിൽപ്പെട്ടൊരു സ്വഹാബിയായിരുന്നു. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് മക്കയിൽ വന്ന് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ മക്കയിലേക്ക് നടത്തുന്ന ഒരു സൈനിക നീക്കം അത് ചിലപ്പോൾ തൻ്റെ കുടുംബത്തെ മോശമായി ബാധിക്കും.
അപ്പോൾ ഖുറൈശികളെ ഈ വിഷയം നേരത്തെ അറിയിച്ചാൽ അവർ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. അതിൻ്റെ പേരിലാണ്. അതല്ലാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അതിൽ നിന്നും ഞാൻ ഒട്ടും പിന്മാറിയിട്ടില്ല, ഞാൻ കാഫിറല്ല, ഞാൻ മുനാഫിക്കല്ല എന്നൊക്കെ ആ സ്വഹാബി പറയുന്നുണ്ട്. ഇത് പ്രവാചകന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ, അതായത് മക്കയിലെ മക്കയിലേക്കുള്ള സൈനിക നീക്കം മറ്റുള്ളവരെ അറിയിക്കാനുള്ള സാധ്യതകളുള്ള ഒരു സമയം കൂടിയായിരുന്നു അത്. മറ്റൊന്ന്, സത്യവിശ്വാസം സ്വീകരിച്ചു വരുന്ന സ്ത്രീകളോട്, അതായത് ഹുദൈബിയ സന്ധിയിൽ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് സത്യവിശ്വാസം സ്വീകരിച്ചു വരുന്ന സ്ത്രീകളോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നും കൂടി ഒരു 10ാമത്തെ ആയത്തിൽ ഫംതഹിനു എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിൽ നിന്നുമാണ് ഈ സൂറത്തിന് ഈ പേര് കൈവന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി സൂറയുമായ പഠനം, വാക്കർത്ഥങ്ങളും അർത്ഥവുമെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.